ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹന്നാസ് ഫുഡ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്ലെയിൻ ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ബട്ടർ ഗാർലിക് ഒന്നും യൂസ് ചെയ്യാതെ പ്ലെയിൻ ആയിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനോടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് 2.5 കപ്പ് മൈദയാണ്. ഞാനിവിടെ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയൊക്കെയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ 1/2 കപ്പ് തൈരും കൂടെ. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പൊറോട്ടോ അല്ലെങ്കിൽ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് എങ്ങനെയാണ് കുഴക്കുന്നത് അതേ രീതിയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് വെള്ളമാണ്. അധികം വെള്ളമൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, തൈര് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അത് കാരണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെറിയ ചൂടുള്ള വെള്ളം ആവശ്യത്തിനനുസരിച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്ന 2 ടീസ്പൂൺ ഓയിലാണ് കേട്ടോ. അത് ഏകദേശം കുഴച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിതെടുത്തിട്ട് നമ്മൾ പത്തിരിയിലേക്കൊക്കെ ബോൾസ് ആക്കുന്ന പോലെ ഇതുപോലെ ബോൾസ് ആക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഏകദേശം വലിപ്പത്തിൽ എടുക്കല്ലോ, അതുപോലെ ഏകദേശം വലിപ്പത്തിൽ തന്നെ എടുക്കണം. കുഞ്ഞ് ബോൾസ് അല്ല, കുറച്ചധികം വലിപ്പം വേണം. ഇതുപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്കിതുപോലെ ഒരു ബോൾസ് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഓവർ പൊടി യൂസ് ചെയ്യാൻ പാടില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് പൊടി യൂസ് ചെയ്യാം, ഓവർ പാടില്ല കേട്ടോ. പിന്നെ നമുക്കിത് റൗണ്ട് ഷേപ്പല്ല വേണ്ടത്, ഇതുപോലെ ലോങ് ആയിട്ട് ഇങ്ങനെ നീളത്തിൽ വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ ചെറുതായിട്ട് ബബിൾസ് വരുന്ന ടൈമിൽ വേണം മറിച്ചിടാനായിട്ട് കേട്ടോ. ഇതുപോലെ ബബിൾസ് വരുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. അതോടെ ഞാൻ റെഡി. അപ്പോൾ നമുക്ക് ഇത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ പരത്തുന്ന ടൈമിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ പ്ലെയിൻ ഞാനാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ പ്ലെയിൻ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഇത് മൈദപ്പൊടി യൂസ് ചെയ്യാതെ ഗോതമ്പ് പൊടി ഇട്ടും ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.